ഗൈസ്, അങ്ങനെ നമ്മളിന്ന് മഥേരയിലേക്ക്, മഹാരാഷ്ട്രയിലെ മഥേരയിലേക്ക് പുറപ്പെടുകയാണ്. സമയം 4 മണി. സമയം എത്ര? 8 മണി, 4 മണിയല്ലേ? 4 മണി ഗൈസ്. 4 മണി നല്ല സംഭവം. അതെൻ്റെ വാച്ച് തെറ്റാണ്. 5 മണിയായി. 1 മണിക്കൂർ ബാഗിൽ എൻ്റെ വാച്ചുള്ളത്. അപ്പം എൻ്റെ കൂടെ ആശയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പുറപ്പെടുകയാണ്. റൂമിൽ നിന്ന് പുറപ്പെട്ടു. നമ്മളിപ്പോൾ കറക്റ്റ് പ്ലേസ് ഉള്ളത് കണ്ടേശ്വർ എന്ന് പറയാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒന്നിക്കിൽ താനെ അല്ലെങ്കിൽ കുർള ഈ ജംഗ്ഷനിലേക്കായിരിക്കും നമ്മൾ ട്രെയിൻ ഫസ്റ്റ് പിടിക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ ഇവിടത്തേക്ക് പോകും, പിന്നെ നേരിലേക്ക് പോകും. നിങ്ങൾ എവിടെയാണെങ്കിലും ഫസ്റ്റ് നേരിൽ എന്നുള്ള സ്റ്റേഷൻ പിടിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിന് ശേഷമാണ് നമ്മൾ മഥുരയിലേക്കുള്ള വണ്ടി കയറി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, മുംബൈ തന്നെയുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഇത് പിന്നെ ക്വാളിറ്റി ഫുഡ്സ്, കേരള ഫുഡ് ഇവിടെ ലഭിക്കും. നമ്മളിവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഇൻഷാല്ലാ ഇവിടെ നിന്ന് പുറപ്പെടും. കുറച്ച് വെള്ളം എടുത്തു. അവിടെ നമ്മളൊരു ചപ്പാത്തി കുറച്ച് പാർസൽ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്വാളിറ്റി ഫുഡ്സിലായിരിക്കും ഫുഡ് നല്ല കേരള പൊറോട്ട, ബാക്കിരി, നല്ല കേരള സ്റ്റൈൽ കറികളൊക്കെ ആവശ്യമുള്ളവർ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. കണ്ടേശ്വറിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കേരള സ്റ്റൈൽ ഫുഡ് ഇവിടെ തന്നെ കിട്ടും. ഓക്കെ, ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. കണ്ടേശ്വർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അതിന് ശേഷം നമ്മളിതാ താനെ വഴി നേരിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. നമുക്ക് 60 രൂപയാണ്. പിന്നെ ഒരാൾക്ക് 30 രൂപ വെച്ച്. നമ്മൾ 2 പേരുണ്ട്, ഞാൻ അശ്വ. അങ്ങനെ നമ്മൾ പിന്നെ താനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നമ്മൾ നേരിലേക്കുള്ള ട്രെയിന് കയറണം. ഓക്കെ, അങ്ങനെ നമ്മൾ നേരിലെത്തിയ ഉടനെ ഇൻ്റർനാഷണൽ മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ. മറ്റേരിലേക്കുള്ള ഷെയർ ടാക്സി കയറിയിട്ടുള്ള. ഓക്കെ, മധുരയിലേക്ക് പിന്നെ ഷെയർ ടാക്സി വരുന്നത് 100 രൂപ അല്ലേ? 100 രൂപ. പിന്നെ ചൈൽഡിന് 50 രൂപ. മത്തേരനിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു ടിക്കറ്റിന് എത്ര? 30 രൂപ. അല്ല 50 രൂപ, 50 റുപ്യ ഒരു ടിക്കറ്റ്. അപ്പോൾ നമ്മുടെ ഇന്ന് ട്രെക്കിംഗ് ആരംഭിക്കുകയാണ് ഗൈസ്. മത്തേരനിലെ മാപ്പ്. അയ്യോ, ഒരു കയ്യിലൊടങ്ങി. യെസ്, നമ്മൾ ട്രെക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഞാനും ആശിഗ്രഫിയും. ഓക്കെ, നമ്മുടെ നല്ല കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഓക്കെ, സർവീസൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും എണീച്ചില്ല എന്നല്ലേ, എല്ലാവരും പൊതിച്ച് കിടന്നിട്ടുള്ളത്. മൊത്തത്തിൽ സർവീസൊന്നും തുടങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. എല്ലാം ഇപ്പം നല്ല പൊതിച്ച് കിടന്നുറങ്ങുന്ന. ഓക്കെ, കുതിരക്ക് 1200 രൂപ അങ്ങനെ എന്തോ ഉണ്ട് റേറ്റ്. നമ്മൾ നടക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഒക്കെ ഒരു വൈബ്. യെസ്, നമ്മൾ ട്രക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഗൈസ്. നടക്കുകയാണ്. ഈ ട്രാക്ക് വഴി ഇങ്ങനെ നടക്കലാണ് ഒരു വൈബ് മക്കളെ, വൈബ്. 4K ആക്കുന്നില്ല, HD. നല്ലതാ. ഫസ്റ്റ് തന്നെ ഒരു വ്യൂ പോയിന്റ് കിട്ടി മക്കളെ. കിണ്ണം സാധനം അല്ലേ അശി? ഉണ്ട്. ചെക്കന്മാരെല്ലാം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. വൈബ്. ഇതാ കോട കയറിയിട്ട് നല്ല കാഴ്ചകൾ നിങ്ങൾ കാണിക്കാൻ പറ്റിയിട്ടല്ലേ ആശി? ഇതാണ് ഇവിടെയുള്ള ടോയ് ട്രെയിന്. ഇതിലാണ് ഒരു പോകാൻ പറ്റുക. നമ്മൾ അതിന് പകരം നമ്മൾ നടക്കുകയാണ് ചെയ്തത്. ഇതിൽ ഒരു
പോയിന്റ് വ്യൂ പോയിന്റ്. ഇത് അങ്ങോട്ടേക്കാണ് അത് പോകേണ്ടത്. ഓക്കെ, നമ്മളിത് അങ്ങോട്ട് പോവുകയാണ്. മാധവ്ജി പോയിന്റ്. ഓക്കെ, ഇതാണ് മാധവ്ജി പോയിന്റ്. പക്ഷേ ഇങ്ങനെ കോടയായിട്ട് ഒരു ലൊട്ടയും കാണുന്നില്ല ഗൈസ്. അതിനുണ്ടല്ലോ പോയിന്റ് പറഞ്ഞേ. വൈബ് ഒരു സാധനം കാണുന്നില്ല, പക്ഷെ അടിപൊളി. ക്യാമറയിൽ എത്രത്തോളം കാണൂല, ഒന്നും കാണൂല. പക്ഷെ പറന്നു. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിച്ചുള്ള യോ ഗൈസ്. ചപ്പാത്തി 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 തിന്നാൻ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. കുറച്ച് കറി അയച്ചുകൊണ്ട് കറി അൺബോക്സ് ചെയ്തുകൊണ്ടുണ്ട്. നമ്മൾ ഈ ഒരു വ്യൂ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അത് ആ വ്യൂ ഒന്ന് ക്ലിയർ ആയി നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും, എത്രത്തോളം ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുള്ളത്. ക്യാമറയിൽ കാണാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഒരു കാര്യം പറയാം, ഫുഡൊക്കെ നിങ്ങൾ കൊണ്ടുവന്നു, പക്ഷേ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഇവിടെ വലിച്ചെറിയരുത്. അല്ല, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. അല്ല ആശി, പക്ഷെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്, ഫുള്ളായിട്ടില്ല. അപ്പോൾ നല്ല വൈബ്, ഇൻ്റർനാഷണൽ വൈബ്. നമ്മളിവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചു. നെക്സ്റ്റ് അപ്പോൾ നമ്മൾ കണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ അലക്സാണ്ട്രിയ വ്യൂ പോയിന്റ്. ആശി, അലക്സാണ്ട്രിയ വ്യൂ പോയിൻ്റ് ആണ്. അതിനുശേഷം നമ്മളിങ്ങനെ ട്രെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. വളരെ സുന്ദരമായ വഴികളുണ്ട് ഇതിലൂടെ. കാഴ്ചകൾ നോക്കി നമുക്ക് ഗൈസ്. നിങ്ങൾ നേരത്തെ കാണിക്കാൻ പറ്റിയില്ല, അവിടെ നല്ല ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു. ചെറിയൊരു അരുവി ടൈപ്പ് സാധനം. വാവ്, നമ്മൾ വന്നിരിക്കുന്നത് അരെ വാ. കുറച്ച് മുമ്പ് പോയ പോയിൻറ്റിൻ്റെ പേരാണ് റാംബാഗ് പോയിൻറ്റ്. ഇത് അങ്ങോട്ടേക്ക് റാംബാഗ് പോയിൻറ്റ്, ഇങ്ങോട്ടേക്ക് ലിറ്റിൽ ചോക്ക് പോയിൻ്റ് എന്ന് പറയും. അതായത് ഒരു 1 ട്രീ ഉണ്ടല്ലോ, ഒറ്റക്ക് ഉള്ളൊരു മരം. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഇത്രയുള്ളൊരു ശ്മശാൻ ഭൂമിയാണ്. ആശുവർ നമുക്ക് അവിടെ പോവാം. സംഭവം ഹിന്ദി വായിക്കാറില്ല, അതന്നെ പ്രശ്നം. അമർ ഡാം പോലും, അമർ ഡാം ഹിന്ദു ശ്മശാൻ ഭൂമി എന്നുള്ളത്. വെറുതെ ഗൈസ് നിങ്ങളവിടെ പോകണം, വെറുതെ പ്രേതം പിടിക്കുമോ. അവൻ്റെ വാക്കൊന്നും ഇങ്ങോട്ട് പോകാൻ നിൽക്കണം കേട്ടോ. നല്ല വൈബാണ് ഗൈസ്, ഫുള്ളും കോട. നമ്മൾ 1 ട്രീ പോയിൻറ്റോ അങ്ങനത്തെ ഒരു പോയിൻ്റ് ഉണ്ട്, അവിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾ കുറേ വ്ളോഗേഴ്സിനൊക്കെ കാണും. ഇതുവരെ ഇതാരും മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവ്. അത്രത്തോളം നടക്കാൻ കഴിവുള്ളവർ മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അല്ലാത്തവർ പിന്നെ കുതിരക്കൊക്കെ പോകാൻ പറ്റും, കുതിരക്ക് എടുത്തു വരാൻ അവർക്ക് അങ്ങനെ പോവാം. അല്ലാതെ നടക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നല്ല നടക്കാണ്ട്, ഇഷ്ടംപോലെ നടക്കാണ്ട്. ഇതാ നമ്മളവിടെ നിന്ന് ഒരു ചാനൽ കുറേ മലയാളി പ്ലസ് കിട്ടിയിട്ടുണ്ട്. ചൗക്കി കാണാൻ പറ്റുന്ന അഞ്ചാറ് കൂടെയാണ്.
ഇതാണ് വൺ ട്രീ ഹിൽ പോയിന്റ്. നേരത്തെ നമ്മൾ നടന്നൊക്കെ വേറെ പോയിൻ്റാണ്. ദെൻ നമ്മളിതാ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അത് വിശാലമായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ സ്ഥലങ്ങളൊക്കെ. ഇതാണ് വൺ ട്രീ വ്യൂ പോയിന്റ്. അങ്ങനെ നമ്മൾ അമാൻ ലോഡ്ജിലെത്തി. നമ്മളങ്ങനെ അമാൻ ലോഡ്ജിലേക്ക് മറ്റേതിൻ്റെ ട്രെയിൻ കയറിയാണ്. നമ്മുടെ സുഹൃത്ത് കൂടെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ അവരുടെ റൂമിലേക്ക് പോയി. നമ്മൾ നാളെ തന്നെ റൂമിലേക്ക്, നമ്മുടെ ഖണ്ഡേശ്വറിലെ റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ.